കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കിടെ മുസ്ലിം ലീഗിനെതിരെ മലപ്പുറം കോട്ടക്കലിൽ ഫ്ലക്സുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, PR ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് എഴുതിയാണ് ഫ്ലക്സ്. പച്ചപ്പട മലപ്പുറം എന്ന പേരിലാണ് ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി. മുബഷീർ, ഇപ്പോൾ മലപ്പുറത്ത് ലീഗിനെതിരെ ഫ്ലക്സ് ബോർഡ്, അതിന് പിന്നിൽ ആരായിരിക്കുമെന്നതിന്റെ സൂചനകളുണ്ട്. ഈ പച്ചപ്പട എന്നൊക്കെ എഴുതി വെക്കുമ്പോഴും ഏത് പച്ചപ്പടയാണിത്? സ്മൃതി, കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചകൾ സജീവമായി നടക്കുന്ന വേളയിലായിരുന്നു കഴിഞ്ഞ ദിവസം VD സതീശനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരോക്ഷമായിട്ട് പിന്തുണച്ചുകൊണ്ടുള്ള സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഒരു പ്രതികരണം വന്നിരുന്നത്. എക്സിറ്റ് പോളുകളുടെ ഒരു പശ്ചാത്തലത്തിൽ അദ്ദേഹം ജനവികാരം മാനിക്കണമെന്നൊരു അഭിപ്രായം പറയുന്നു. വളരെ വ്യാപകമായിട്ട് സമൂഹ മാധ്യമങ്ങളിൽ ലീഗിന്റെ പിന്തുണ അത് VD സതീശനാണ്, സാദിഖ് അലി തങ്ങൾ തന്നെ പറഞ്ഞല്ലോ എന്ന രീതിയിലുള്ള പ്രചാരണമുണ്ടായിരുന്നു. തൊട്ടു പിന്നാലെ അതിനെതിരെയുള്ള പ്രചാരണങ്ങളും ശക്തമായിട്ടുണ്ടായിരുന്നു. അത്തരമൊരു പശ്ചാത്തലത്തിലാണ് മലപ്പുറത്ത് തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിനെതിരെ 2 ഫ്ലക്സ് ബോർഡുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. കോട്ടക്കലിലെ പാർട്ടി ഓഫീസിന് സമീപത്ത് തന്നെയാണ് 2 ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. പച്ചപ്പട മലപ്പുറം എന്ന പേരിൽ പച്ച നിറത്തിലുള്ള ഫ്ലക്സ് ബോർഡുകളാണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ആ ഫ്ലക്സ് ബോർഡിൽ പറയുന്നത് ഒന്നിൽ മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിക്കട്ടെ, നമ്മുടെ നേതാക്കൾ VD സതീശന്റെ PR ചതിക്കുഴിയിൽ വീഴാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നുള്ളതാണ്. മറ്റൊരു ഫ്ലക്സ് ബോർഡിൽ പറയുന്നത് ഉമ്മൻചാണ്ടിയെ പിറകിൽ നിന്ന് കുത്തിയ VD സതീശൻ ഇപ്പോൾ PR വർക്കിലൂടെ പാർട്ടിയെയും നേതാക്കന്മാരെയും മണ്ടന്മാരാക്കുവാൻ ശ്രമിക്കുകയാണ്. അത് നേതാക്കന്മാർ ശ്രദ്ധിക്കണമെന്നുള്ളതും തിരുത്തണമെന്നും ഫ്ലക്സ് ബോർഡിലൂടെ ആവശ്യപ്പെടുന്നുണ്ട്. പച്ചപ്പട മലപ്പുറം എന്ന ഈ ഒരു ഫ്ലക്സ് ബോർഡുമായിട്ട് മുസ്ലിം ലീഗിന് ഒരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് പ്രാദേശിക നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതാക്കളും പൂർണ്ണമായിട്ട് ഇത് നിഷേധിക്കുന്നുണ്ട്. VD സതീശനെ ലീഗ് പിന്തുണച്ചു എന്ന പ്രചാരണത്തിനെതിരെ വലിയ രീതിയിലുള്ള എതിർപ്പ് രൂക്ഷമായിട്ടുണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ MK മുനീറിന്റെ പ്രതികരണം ഉൾപ്പെടെ ഇക്കാര്യത്തിൽ വന്നിരുന്നു. അദ്ദേഹം പറഞ്ഞിരുന്നത് മുസ്ലിം ലീഗ് അത്തരമൊരു നിലപാട് സ്വീകരിച്ചിട്ടില്ല, മുഖ്യമന്ത്രിയെ കോൺഗ്രസ് ആണ് തീരുമാനിക്കുക, മുസ്ലിം ലീഗിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ നേരിട്ട് അറിയിക്കുന്നതാണ് മുസ്ലിം ലീഗിന്റെ രീതി. സാദിഖ് അലി തങ്ങൾ പറഞ്ഞതിനെ വളച്ചൊടിച്ചാണ് പ്രചരിപ്പിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് ഈ ഫ്ലെക്സ് ബോർഡുകൾ ഇപ്പോൾ കോട്ടക്കലിൽ തന്നെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. സ്മൃതി.